നമസ്കാരം. ഷിജോ ജോൺ ഔട്ടായോ എന്നുള്ളതാണ്. ഷിജോ ജോൺ പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിന്നെ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. ഒരുപാട് പേര് പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സംഭവം ശരിയാണ്. ഈ പറയുന്ന ഒരു ഫ്രാക്ചർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ശക്തമായ ഇടിയിൽ എന്ത് ചെയ്തു, താടിയെല്ലിന് ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൈസ് ആണ് ഇപ്പൊ പുള്ളി ഉള്ളത് ഹോസ്പിറ്റലിലാണ്. വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആള് വന്ന് എന്താണ് ഇനി ഫർദർ സർജറിയോ മറ്റോ കാര്യങ്ങളോ എന്തോ വേണോ എന്നുള്ളത് ഇനിയേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഇതുവരെ എന്താണ് അങ്ങനെ ഒരു സർജറിയുടെ കേസ്, അങ്ങനെ ഒരു സർജറി ഉണ്ടാകും എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു പരിക്കാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഇൻ കേസ് ഇനിയിപ്പം ബിഗ് ബോസിന് ഒരു റൂൾ ഉണ്ടല്ലേ, ഒന്നിൽ കൂടുതൽ ദിവസം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല, എന്താണ് പുറത്താണ് എന്നുള്ളതാണ്. ഇവിടെ ഷിജോയുടെ കേസ് വരുമ്പോൾ ആ റൂൾ ഇവിടെ ബാധകമായിട്ട് വരുന്നില്ല. കാരണം ഷിജോയ്ക്ക് സ്വന്തമായിട്ട് അവന് വന്നപ്പം അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അവനൊരു അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന അസുഖം മൂർച്ഛിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവനെ ഹോസ്പിറ്റലൈസ് ആയി 1 അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞ്. അതിപ്പം അവരുടെ തെറ്റല്ല, കാരണം അവന് ഓൾറെഡി അസുഖം ഉള്ളതാണ്. ഇവിടുത്തെ ഷിജോയുടെ കേസ് വരുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിധി വരെ എന്ന് മാത്രമല്ല, ഒരു 90% വരെ ഷിജോയ്ക്ക് ആ ഒരു പരിക്ക് പറ്റാൻ കാരണക്കാരൻ ഈ ബിഗ് ബോസ് കൂടിയാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ബിഗ് ബോസ് കൂടിയാണ്. അതായത് ലാലേട്ടൻ വന്ന് അവരൊരു എൻകറേജ് ചെയ്യുന്നു, നിനക്ക് വേണമെങ്കിൽ ഇടിക്കാൻ തോന്നിയാൽ ഇടിക്കണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, അങ്ങനെ പുള്ളി ഒരു തമാശ മട്ടില് പറഞ്ഞതായിരിക്കാം എന്ന് കരുതിയാലും ഇന്നലത്തെ ഫൈറ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ബിഗ് ബോസിന് നല്ല അവസരമുണ്ടായിരുന്നു. ബിഗ് ബോസിന് നല്ല രീതിയിൽ ഇവരുടെ ഫൈറ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു അനൗൺസ്മെന്റ് മാത്രം ചെയ്താൽ മതിയായിരുന്നു, ഇതൊരു വൻ ഫൈറ്റിലേക്ക് മാറില്ലായിരുന്നു. അപ്പം മനഃപൂർവ്വം അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകട്ടെ എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ അങ്ങനെ ഒരു സംഭവം പറയുന്നു, യവന്റെ അഗ്രഷൻ അറിയാം, ഞാൻ തൊട്ട്, അതായത് ഷിജോ ഈ താടിയിൽ ഇങ്ങനെ പിടിച്ച ആ സമയം തൊട്ടാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ റോക്കിക്ക് പിന്നെ എന്ത് ചെയ്തു, ഹാലളകി തുടങ്ങിയത്. അപ്പോൾ തന്നെ റോക്കി പിന്നെ തിരിച്ച് ഈ ഷിജോയുടെ താടിയിൽ വളരെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചാട്ടുന്നു. ആ സമയം തൊട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെ കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും, 1-2 മിനിറ്റെങ്കിലും ഇവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ശ്രദ്ധിക്കുക, ഷിജോ എന്നൊരു പേര് വിളിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന അടി, ഈ പറയുന്ന ഫിസിക്കൽ അസാൾട്ട് ഒഴിവാക്കാമായിരുന്നു. അതിനർത്ഥം ബിഗ് ബോസ് മനഃപൂർവ്വം ഇവൻ അടിക്കട്ടെ, ഒരാൾ പുറത്തു പോകട്ടെ, ഷോയ്ക്ക് ഒരു TRP കിട്ടട്ടെ എന്ന് മനഃപൂർവ്വം പിന്നീട് വിചാരിച്ചല്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കാം റോക്കിയെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ വലിയ അവനെ ഫയർ ചെയ്യുകയോ നീ ചെയ്തത് തെറ്റാണെന്നോ ഒന്നും പറയാതെ അവനെ അഴിച്ചുവിട്ട കാളയെ പോലെ അഴിച്ചുവിടുകയും ഈ ഒരു ഫൈറ്റ് വന്നപ്പോൾ ബിഗ് ബോസ് തടയാതിരുന്നത് മനസ്സിലായോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിഗ് ബോസിന്റെ പിന്നെ കയ്യിരിപ്പ് അനാസ്ഥ്യ കാരണം എന്ത് ചെയ്തു, പിന്നീട് ഷിജോയ്ക്ക് ഇങ്ങനെ ഒരു പരിക്ക് വന്നു, താടിയെല്ലിന് ചെറിയ ഫ്രാക്ചർ വന്നു. ഫ്രാക്ചർ ആണെങ്കിൽ ശരി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷിജോയുടെ ഭാഗത്തുള്ള കുറ്റമല്ല, ഇത് ഇവിടെ പിന്നീട് ഈ ബിഗ് ബോസിന്റെ പിന്നെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് മാത്രമാണ് ഷിജോയ്ക്ക് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ അവന് ഈ ഇത് ബാധകമാവത്തില്ല, അവൻ തിരിച്ചു വരികയെന്ന് വെച്ചാൽ ഇൻ കേസ് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് കരുതിക്കും. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വേണ്ടി ഒരു 10-15 ദിവസം ഇവൻ അവിടെ ഹോസ്പിറ്റലൈസ് ആയി എങ്കിൽ കൂടിയും ഷിജോ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. കാരണം പുറത്തുപോയ ആൾക്ക് റീ എൻട്രി കൊടുക്കാറില്ലേ, ഇവ രതീഷ് തന്നെ റീ എൻട്രി വരുമെന്ന് നമ്മൾ കരുതിയിരിക്കുന്നു. റീ എൻട്രി കൊടുക്കാമല്ലോ, അതുപോലെ കൊടുക്കാമല്ലോ. കാരണം അതിന് ഒരു അൺഫെയറും ഞാൻ കാണുന്നത്. കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ചു വന്ന ഒരു വ്യക്തി തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവൻ അവിടെ ഗെയിമാണ് കളിച്ചത്. അവൻ വളരെ പക്ക ബിഗ് ബോസിൽ എന്താണ് പ്രൊവോക്കിംഗ് ഗെയിം അതാണ് അവൻ കളിച്ചത്. അപ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരു ഭ്രാന്തനായതുകൊണ്ടും ബിഗ് ബോസ് അതിനെ കൂട്ടുന്നത് കൊണ്ടും അവൻ അങ്ങനെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ചെയ്താൽ പറ്റി. എന്നിട്ടും അവൻ തിരിച്ചടിച്ച് രണ്ടുപേരും കൂടി അടിയായിരുന്നെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ തന്നെ ഈ പറഞ്ഞാൽ എന്താണ് ബാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ഇനി ബിഗ് ബോസ് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പിന്നെ അവരുടെ ഫാമിലിക്ക് കേസായിട്ട് പോകാം. കാരണം ഫാമിലി ഇവിടെ പറഞ്ഞു വിട്ടത് അവനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാനോ ഒന്നും മറ്റൊന്നുമല്ല. ഇത്രയും വലിയൊരു ഫിസിക്കൽ അറ്റാക്ക് നേരിടേണ്ടി വരുന്നു, ഇത്രയും നാണക്കേട് നേരിടേണ്ടി വരുന്നു. അതിനുശേഷം ഷോയിൽ നിന്ന് വരെ പുറത്താക്കും എന്നുള്ള ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷോയ്ക്കെതിരായിട്ട് കേസ് കൊടുക്കാം, ആർക്ക് ഫാമിലിക്ക് കേസ് കൊടുക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. മനസ്സിലായി. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഷിജോ പുറത്താകത്തില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ തിരിച്ചു വരും. ഇൻ കേസ് ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ കൂടി ഒരു 10 ദിവസം ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് റീ എൻട്രി പോലെ വരാനുള്ള ചാൻസേ ഉള്ളൂ. അല്ലാതെ പുറത്താക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.